നത്തിങ് ഫോൺ 1ൻ്റെ എനിക്കിഷ്ടപ്പെട്ട ചില കിടിലൻ ഫീച്ചേഴ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ സമയം കളയാതെ ലെറ്റ്സ് റോൾ. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. പെട്ടെന്ന് നോക്കിയാൽ ആരും ഇതൊരു ഐഫോൺ എന്നേ പറയുകയുള്ളൂ. മനോഹരമായ ബോക്സി ഡിസൈനിൽ 100% റീയൂസ്ഡ് അലുമിനിയം മെറ്റൽ ബോഡിയിലാണ് ഈ ഫോണിൻ്റെ സൈഡ് ബോഡി. ലെഫ്റ്റ് സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടണുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായി ഡുവൽ സ്റ്റീറോ സ്പീക്കേഴ്സാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ മുകളിലും താഴെയിലും ബാക്കിലുമായി നോയിസ് ക്യാൻസൽ അടങ്ങിയ 3 മൈക്രോഫോണുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രാൻസ്പാരന്റ് ബാക്ക് ഡിസൈനും ഗ്ലിഫ് ഇൻ്റർഫേസ് ലൈറ്റുമാണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാന യൂണിക്നെസ്. ഈ ഒരു ഫോണിൽ ഡുവൽ സൈഡ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റീൻ്റെ കാര്യം യാതൊരു സംശയം തന്നെ വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ അതിഗംഭീരമാണ്. 194 ഗ്രാം മാത്രമാണ് നത്തിങ് ഫോൺ 1ൻ്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ഒരു മികച്ചൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ബോക്സി ഡിസൈനിൽ മെറ്റൽ ഫ്രെയിമിൽ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഡിവൈസ് പിടിക്കുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അടുത്തായി ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ഫങ്ഷനാണ് ഡിസ്പ്ലേയിൽ നൽകുന്നത്. മാത്രമല്ല OLED ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. ബാറ്ററി സേവിങ്സിനായി നമുക്ക് 120 Hz 60 Hz മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ നത്തിങ് ഫോണിൻ്റെ ഈ ഒരു ഇൻ ഹാൻഡ് ഫീലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സ്മൂത്ത്നെസ്സും ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടു പോകും. സോ മൂന്നാമതായി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു വൈബ്രേഷനാണ്. ഹാബിറ്റസ് മോട്ടോർ ഇതിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് നമുക്ക് ടൈപ്പിംഗ് സമയത്ത് വളരെ നല്ലൊരു വൈബ്രേഷൻ ഫീലാണ്. അതായത് തികച്ചും ഒരു ഐഫോണിലേക്ക് ടൈപ്പ് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും നമുക്കിത് ലഭിക്കുന്നത്. നാലാമതായി എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ മെയിൻ യൂണിക്നെസ്സായ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസാണ്. റിംഗ് ടോൺസിനും നോട്ടിഫിക്കേഷനും ഈ ഗ്ലിഫ് ലൈറ്റിൽ വളരെ ഒരു മികച്ച എക്സ്പീരിയൻസാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സെറ്റിംഗ്സിൽ പോയി ഗ്ലിഫ് ഇൻ്റർഫേസ് സെലക്ട് ആക്കിയാൽ ഗ്ലിഫ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഗ്ലിഫ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സും നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. തൊട്ടു താഴെയുള്ള റിംഗ് ടൂൺസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇൻബിൽഡായ 10 കിടിലൻ റിംഗ് ടൂൺസ് അതിനനുസരിച്ചുള്ള ഗ്ലിഫ് ലൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ കോൺടാക്ട്സിനും വ്യത്യസ്തമായ ഗ്ലിഫ് റിംഗ് ടൂൺസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനെ തന്നെ ആരാണ് വിളിക്കുന്നതെന്ന് ഗ്ലിഫ് ലൈറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിംഗ് ടൂൺസ് പോലെ തന്നെ നോട്ടിഫിക്കേഷനും ഇതുപോലെ നമുക്ക് ഗ്ലിഫ് ലൈറ്റ് സെറ്റ് ആക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ഗ്ലിഫ് ലൈറ്റ് നമുക്ക് രാത്രിയൊക്കെ ഒരു ഡിസ്റ്റർബ് ആവും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ബെഡ് ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ ദിവസത്തിൽ ഏതൊക്കെ ടൈമുകളിൽ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കിടാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. മറ്റൊരു ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെ മ്യൂസിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അതായത് മ്യൂസിക്കിനനുസരിച്ച് ഗ്ലിഫ് ലൈറ്റ് നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും. ഇത് ചിലപ്പോൾ പുതിയ ഫോണിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കാണാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട്സിൽ പോയി അവിടെ ക്രിയേറ്റ് ന്യൂ കോൺടാക്ട് എന്നത് സെലക്ട് ചെയ്തിട്ട് അവിടെ പുതിയൊരു കോൺടാക്ട് അബ്ര എന്ന പേരിൽ ഒരു കോൺടാക്ട് സേവ് ചെയ്യുക. കോൺടാക്ട് സേവ് ചെയ്ത ശേഷം നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് പോവുക. അതിനുശേഷം ഗ്ലിഫ് ഇൻ്റർഫേസ് പോയി റിംഗ് ടൂൺ സെലക്ട് ചെയ്ത് നിങ്ങൾ ആഡ് കോൺടാക്റ്റിൽ പോയിട്ട് നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു അബ്ര എന്ന കോൺടാക്റ്റിന് ഏതെങ്കിലും ഒരു റിംഗ് ടൂൺ സെറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. സോ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതോടെ നിങ്ങളുടെ ഫോണിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ഏതൊരു മ്യൂസിക്കിനും സൗണ്ടിനും അനുസരിച്ച് ഗ്ലിഫ് ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്ലിപ്പ് ടു ഗ്ലിഫ്. അതായത് സെറ്റിംഗ്സിൽ പോയി ഫ്ലിപ്പ് ടു ഗ്ലിഫ് ക്ലിക്ക് എനേബിൾ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോൺ അതായത് നത്തിങ് ഫോൺ ജസ്റ്റ് ഫ്ലിപ്പ് ആക്കിയിട്ട് ഏതെങ്കിലും സർഫേസിൽ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ ഒരു ഗ്ലിഫ് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തുന്നതാണ്. ഇനി ഈ ഒരു ഫോൺ സൈലൻ്റ് ആയിരിക്കും. ഇനി ഒരു കോളും നോട്ടിഫിക്കേഷനും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫോൺ ഫ്ലിപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്താൽ സൈലൻ്റ് മാറും. തിരിച്ച് വീണ്ടും അതേപോലെ വെച്ചാൽ വീണ്ടും സൈലൻ്റ് ആയിരിക്കും. ഇത് വളരെ മീറ്റിങ്ങിലും പ്രയറിലും ഒക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ.
അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ക്യാമറയിൽ നമുക്ക് ഗ്ലിഫ് ലൈറ്റ് എനേബിൾ ചെയ്യാനാകുമെന്നത്. ഫ്ലാഷ് ലൈറ്റിന് പുറമെയാണ് ഈ ഒരു ഫീച്ചർ. നമുക്കിതൊരു റിംഗ് ലൈറ്റ് ആയിട്ട് നമുക്ക് റീൽസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ടിക്ടോക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് ലൈറ്റ് ആയിട്ട് നമുക്കിതൊരു എനേബിൾ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഗ്ലിഫ് ലൈറ്റ് എനേബിൾ ചെയ്തുകൊണ്ടെടുക്കുന്ന ഫോട്ടോസിന് ഫ്ലാഷ് ലൈറ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലൊരു മികച്ചൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിൻ്റെ ബാറ്ററി ഷെയറിങ്ങുമാണ്. സെറ്റിങ്സിലോ അല്ലെങ്കിൽ എവിടെയോ ബാറ്ററി ഷെയർ എന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ലോങ് പ്രസ് ചെയ്താൽ നമുക്കിതിൻ്റെ സെറ്റിങ്സിലോട്ട് പോയി എത്ര പെർസെൻറ്റേജ് വരെ ബാറ്ററി ഷെയർ ചെയ്യാം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം നത്തിങ് ഫോണിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് പ്ലേസ് ചെയ്താൽ ചാർജ് ആക്കാവുന്നതാണ്. സോ ഇത് 5 വാട്ട് സ്പീഡിൽ നമുക്ക് ഈ ഒരു റിവേഴ്സ് ചാർജിങ് അതായത് ബാറ്ററി ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നത്തിങ് ഫോൺ വാണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചറുകളാണ് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.